ആദ്യം നമ്മൾ സിമെൻറ്റും എം സാൻഡും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2:1 എന്ന രീതിയിലാണ് നമ്മളിത് എടുത്തത്. അതായത് 2 എം സാൻഡിന് 2 കപ്പ് എം സാൻഡിന് 1 കപ്പ് സിമെൻറ്റ് എന്ന രീതിയിൽ. പിന്നെ നമ്മൾ എടുത്തത് ഒരു കവറിൽ 2 കിലോ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന കവറിൽ നമ്മൾ മണൽ നിറച്ചെടുത്തിട്ടുണ്ട്, എം സാൻഡ്. അത് നമുക്ക് ഈ കവറിൽ എന്ത് വേണമെങ്കിലും നിറയ്ക്കാം, മണലോ മണ്ണോ ചിപ്സോ എന്ത് വേണമെങ്കിൽ നിറയ്ക്കാം. അപ്പോൾ ആദ്യം അടിയിൽ നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഈ നമ്മുടെ കവറിലെ എം സാൻഡ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കവറിന് ചുറ്റും നമുക്ക് സിമെൻറ്റ് ഇതേപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കവറിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ സിമെൻറ്റ് തേച്ച് കൊടുക്കാം. ഇത് നമ്മളൊരു 1/2 ഇഞ്ച് കനത്തിലാണ് നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ നമ്മൾ തേച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കവറിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഇതേപോലെ തേച്ച് കൊടുക്കാം. അതിനുശേഷം സിമെൻറ്റ് എത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ സിമെൻറ്റ് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും സിമെൻറ്റ് തേച്ചതിന് ശേഷം കുറച്ച് നനയ്ക്കാത്ത, അതായത് എം സാൻഡും സിമെൻറ്റും ചേർത്ത മിക്സ്, ഇത് നമ്മൾ നനച്ചിട്ടില്ല, നമ്മൾ ആദ്യം കുറച്ച് എടുത്തു വെച്ചതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ വാരി നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ സിമെൻറ്റ് കത്തി കൊണ്ട് ഇത് നന്നായിട്ട് മിനുക്കി കൊടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു മടക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് ബാക്കി ഭാഗം ഒഴിവാക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മൾ കുറച്ച് സിമെൻറ്റ് മാത്രം, അതായത് കുഴമ്പ് രൂപത്തിൽ, നല്ല ടൈറ്റുള്ള കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ നമ്മൾ സൈഡ് ഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റിലാണ് നമ്മൾ ഈ സിമെൻറ്റിൻ്റെ കുഴമ്പ് എടുത്തത്. ഈ സിമെൻറ്റ് കുഴമ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കുമ്മായ കത്തി കൊണ്ട് ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് മിനുക്കിയെടുക്കാം.
ഇനി നമ്മൾ നമ്മുടെ ഇരുന്തിൻ്റെ തോട്, അതായത് കക്കത്തോട് എടുത്തിട്ടുണ്ട്. ആ കക്കത്തോട് ഇതേപോലെ അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഈ സിമെൻറ്റ് നമ്മുടെ തേച്ച കുഴമ്പ് രൂപത്തിൽ തേച്ച സിമെൻറ്റിൽ ഇത് ഒട്ടിക്കൊള്ളുക. നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. മുകൾ ഭാഗം ഇതിൻ്റെ നമ്മുടെ പോട്ടിൻ്റെ ബക്ക് ഭാഗത്തു കൂടെയൊക്കെ നമുക്ക് ഈ എരുന്തിൻ്റെ തോട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ മുഴുവനായും നമ്മുടെ കക്കത്തോട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ വിരലുകൾ കൊണ്ടൊന്ന് അതിൻ്റെ വക്ക് ഭാഗം നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഈ കാണുന്ന പോട്ടുകളൊക്കെ നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് നിർമ്മിച്ചത്. ആ 2 കിലോൻ്റെ കവറിന് പകരം നമ്മൾ 5 കിലോയുടെ കവറാണ് ഉപയോഗിക്കുന്നത്. ഈ പോട്ടുകളൊക്കെ നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ നല്ലൊരു മോഡലാണ് ഈ ചെടിച്ചട്ടി നിർമ്മാണ രീതി. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെടിച്ചട്ടി ഇനി നമുക്ക് എടുക്കാം. ആദ്യം നമ്മൾ കവറിൻ്റെ കെട്ട് കഴിച്ചതിന് ശേഷം നമ്മളിത് അതിലെ എംസാൻഡ്, അതിൽ കവറിൽ നിറച്ച എംസാൻഡ് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഒരു 3-4 ദിവസം നമ്മളിതിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞ് നമ്മളൊരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇരുന്തിൻ്റെ തോട്, അതായത് കക്കത്തോട് കൊണ്ടുള്ള നമ്മുടെ ചെടിച്ചട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇത് നമ്മളൊരു ഇൻഡോർ പോട്ടായിട്ടാണ് നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡ്രൈനേജ് ഹോൾസ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ കുറവ് വെള്ളം മതി, അങ്ങനത്തെ ചെടിയാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ, അതായത് മഴ വീഴുന്ന സ്ഥലത്ത് നമ്മൾ വെക്കില്ല, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെക്കാൻ ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത്. അല്ലാതെ ഈ ചട്ടി എവിടെ വേണമെങ്കിൽ വെക്കാം എന്ന രീതിയിൽ നമ്മൾക്ക് വളരെ ഉഷാറായിട്ടുള്ള തന്നെ ചട്ടിയാണ് ഇത്. മഴയിൽ നിന്ന് നമുക്ക് വെക്കാം. പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഇൻഡോർ പോട്ടായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചട്ടിയും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ
മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.